ചില ആളുകൾ അവരെക്കുറിച്ച് തന്നെ വീമ്പ് പറയുവാൻ ഉത്സാഹമുള്ളവരാണ്. എനിക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളുടെ ഒരു വലിയ ലിസ്റ്റ് മറ്റുള്ളവരോട് പറയുന്നവർ. അത് വീമ്പടിക്കലാണ്. ചെയ്യാൻ പറ്റുമെങ്കിൽ അതങ്ങ് ചെയ്താൽ പോരെ, മറ്റുള്ളവരോട് പറഞ്ഞുകൊണ്ട് നടക്കണമോ എന്ന് ആളുകൾ ഇതൊക്കെ കേൾക്കുമ്പോൾ അടക്കം പറയും. വേറെ ചിലർ വീമ്പടിക്കുന്നത് അവർ ഒരിക്കലും ചെയ്യില്ല എന്ന് പറയുന്ന കാര്യങ്ങളുടെ പേരിലാണ്. ഉദാഹരണത്തിന് ചിലർ പറയും, ഞാൻ എൻ്റെ മനസാക്ഷിയെ വഞ്ചിച്ചുകൊണ്ട് ഒന്നും ചെയ്യില്ല. വേറെ ചിലർ പറയും, ഞാൻ ഒരു വാക്ക് പറഞ്ഞാൽ വാക്കാണ്. ഇങ്ങനെയൊക്കെ സ്വന്തം ധാർമ്മികതയെക്കുറിച്ച് വീമ്പടിക്കുന്നവർ ദൈവം അവരെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് എന്ന് ഒന്ന് ഓർത്തിരുന്നുവെങ്കിൽ നന്നായിരുന്നു. ബൈബിളിൽ ഒരു വാക്യമുണ്ട്, ഏത് മനുഷ്യനും ഉറച്ചു നിന്നാൽ ഒരു ശ്വാസമത്രേ. നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ കാര്യങ്ങൾ ചെയ്യാനുള്ള ശക്തിയോ കഴിവോ ഒന്നും നമുക്കില്ല. ഞാൻ ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞവർ തന്നെ ആ കാര്യങ്ങൾ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുമുണ്ട്. ഒരിക്കലും ഞാൻ ആരെയും ഉപദ്രവിക്കുന്ന ഒന്നും ചെയ്യില്ല എന്ന് പറയുന്നവർ തന്നെ മറ്റുള്ളവർക്ക് വലിയ ഉപദ്രവം ഉണ്ടാക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. എന്താണ് ഇതിൻ്റെ കാരണം? മനുഷ്യൻ്റെ സ്വഭാവം തന്നെ. ഭൂമിയിൽ മനുഷ്യരുടെ അതിക്രമം അത്യന്തം വർദ്ധിച്ചതുകൊണ്ടാണ് ദൈവം നോഹയുടെ കാലത്ത് ഒരു പ്രളയം അയച്ച് ലോകത്തിലുണ്ടായിരുന്ന എല്ലാവരെയും നശിപ്പിച്ചത്. നോഹയുടെ കുടുംബത്തിലുള്ള 8 പേർ മാത്രമാണ് ആ പ്രളയത്തിൽ നിന്നും രക്ഷപ്പെട്ടത്. ഇങ്ങനെ ദുഷ്പ്രവൃത്തി ചെയ്ത എല്ലാവരെയും ദൈവം നശിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ഭൂമിയിലുണ്ടാകുന്ന മനുഷ്യൻ നല്ലവനായിരിക്കും എന്ന പ്രതീക്ഷയൊന്നും ദൈവത്തിനില്ലായിരുന്നു. അത് ദൈവം പറഞ്ഞ വാക്കുകളിൽ തന്നെ പ്രകടമാണ്. ബൈബിളിൽ നാം ഇങ്ങനെ വായിക്കുന്നു, യഹോവ സൗരഭ്യവാസന മണത്തപ്പോൾ തൻ്റെ ഹൃദയത്തിൽ അരുളി ചെയ്തത്, ഞാൻ മനുഷ്യൻ്റെ നിമിത്തം ഇനി ഭൂമിയെ ശപിക്കുകയില്ല. മനുഷ്യൻ്റെ മനോനിരൂപണം ബാല്യം മുതൽ ദോഷമുള്ളതാകുന്നു. ഞാൻ ചെയ്തതുപോലെ സകല ജീവികളെയും ഇനി നശിപ്പിക്കുകയില്ല. ഭൂമിയുള്ള കാലത്തോളം വിതയും കൊയ്ത്തും ശീതവും ഉഷ്ണവും വേനലും വർഷവും രാവും പകലും നിന്നു പോകുകയുമില്ല. ഇവിടെ ദൈവം പറയുന്നത്, ഞാൻ ഇനി ഒരു പ്രളയം കൊണ്ട് മനുഷ്യനെ നശിപ്പിക്കുകയില്ല. കാരണം അത് അവൻ്റെ സ്വഭാവം മാറ്റാനൊന്നും സഹായിക്കില്ല. മനുഷ്യൻ്റെ മനോനിരൂപണം ബാല്യം മുതൽ ദോഷമുള്ളത് തന്നെയാണ്. മനുഷ്യൻ്റെ സ്വഭാവവും ഇങ്ങനെയൊക്കെയാണെങ്കിലും ദൈവത്തിന് മനുഷ്യനോട് മനസ്സലിവ് തോന്നിയിട്ടാണ് അവനെ ശിക്ഷിക്കേണ്ട എന്ന് പറഞ്ഞതും. ഭൂമിയിൽ മനുഷ്യനാവശ്യമുള്ള എല്ലാ കാലാവസ്ഥയും ദൈവം വാഗ്ദത്തം ചെയ്തതും മനുഷ്യനോട് കരുണ തോന്നിയിട്ടാണ്. മനുഷ്യന് സ്വതവേ നല്ലത് ചെയ്യാനും ചീത്തയായ കാര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞിരിക്കുവാനുമുള്ള കഴിവില്ലെന്ന് ദൈവത്തിനറിയാം. നാം പൊടി എന്ന് അവൻ ഓർക്കുന്നു. ഞങ്ങളെ വിളിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ 0988022257 എന്ന നമ്പർ ഉപയോഗിക്കുക.